ജനവാസ മേഖലയായ പെരിന്തൽമണ്ണ മണ്ണാർമല മാഡ് റോഡിൽ പുലി ഇറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു. പുലിയാണെന്ന് സ്ഥിരീകരിച്ചെന്നും കൂട് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതോടെ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. പതിവായി തന്നെ ഈ മേഖലയിൽ പുലിയെ കാണാറുള്ളതായാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണ് ഈ CCTV സ്ഥാപിച്ചതും. ഈ CCTVയിലാണ് പുലി ഇന്നലെ രാത്രി 10:30 ഈ റോഡ് കടന്ന് വനത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി തുടർ നടപടികളെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പോയാൽ വാർഡ് മെമ്പർ തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്നാണ് പതിവായി തന്നെ ഇവിടെ പുലിയുടെ സാന്നിധ്യം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? അതെ, സ്ഥിരമായിട്ടുണ്ട്. അതായത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും യാത്രക്കാർ കാണുന്നത് തന്നെയാണ്. കാണാത്ത സമയത്തും ഇഷ്ടംപോലെ പാസ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ നമുക്കൊരു ആളപായം സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും മൃഗങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഈ തൊട്ടടുത്തന്നെ ആടിനെ പിടിച്ചുകൊണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ റബ്ബർ തൊഴിലാളികളും മറ്റുള്ള തൊഴിലാളികൾക്ക് ഇഷ്ടംപോലെ സമയങ്ങൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ളൊരു വിഷയമാണ്, പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനെ പിടിക്കാനുള്ള സംവിധാനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇടപെടലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. 100 കണക്കിന് വാഹനങ്ങൾ പെരിന്തൽമണ്ണ തൊട്ടടുത്ത് 2 കിലോമീറ്റർ അടുത്താണ് ഈ സ്ഥലം. അപ്പോൾ 100 കണക്കിന് വാഹനങ്ങൾ നിരന്തരം മേലാട്ടൂർ ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന ഒരു റൂട്ടാണിത്. ഇഷ്ടംപോലെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ പുലിയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്താണ് വനംവകുപ്പിൻ്റെ തുടർ നടപടികൾ? നമ്മളിവിടെ നമ്മളെ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ പിടികൂടുന്നതിനും ജനങ്ങളുടെ ആശങ്ക എത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾ ത്വരിതപ്പെടുത്തും. അതാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത നടപടി. ഇപ്പം നമുക്കറിയാം, ഈ ഭാഗത്ത് 1 വർഷത്തോളം കൂട് വെച്ചതാണ്. പക്ഷേ കൂട്ടിലൊന്നും പുലി വീണില്ല. ഇപ്പോൾ നമുക്ക് CCTV ക്യാമറയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അത് പുലിയാണ് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം പ്രായവും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും കൂട് വയ്ക്കുന്ന കാര്യങ്ങളുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം സൗത്ത് DFIയുമായി സംസാരിച്ച് തീരുമാനത്തിലെത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാത്ത രീതിയിൽ അവരുടെ ആശങ്ക അകറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് വരികയാണ്. പുലിയുടെ സഞ്ചാരപാത ഉൾപ്പെടെ നിശ്ചയിച്ച് അത് മനസ്സിലാക്കി അങ്ങനെയുള്ള നടപടികൾ. അതെ, അതിൻ്റെ സഞ്ചാരപാതയൊക്കെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേഖലയിൽ തന്നെയാണ് നമ്മൾ കൂട് വയ്ക്കുക. അല്ലെങ്കിൽ അതിൻ്റെ നടപടികളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഡീറ്റെയിലും കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. എന്തായാലും വനം വകുപ്പ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ജനവാസ മേഖല കൂടിയാണ്. വലിയൊരു ആശങ്ക ഇപ്പോൾ നാട്ടുകാർക്കുണ്ട്. അത് ഉടനടി പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നുള്ള ഇത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. മണ്ണാർമലയിൽ നിന്നും അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്.